ലഞ്ച് ബ്രേക്കിന് എല്ലാവരും ഡൈനിങ് ഹാളിൽ ഒത്തുകൂടി. സ്കൂളിലെ ഡൈനിങ് ഹാളിൽ എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് മെറിൻ ടീച്ചറെ, കൂട്ടുകാരിയെ കണ്ടില്ലല്ലോ? കൂട്ടുകാരിക്ക് എന്തേ ഭക്ഷണം വേണ്ടേ? മോളി ടീച്ചർ പരിഹാസ രൂപേണ ചോദിച്ചു. ജാനിക്ക് എന്തോ അത്യാവശ്യം ഫോൺ ചെയ്യാനുണ്ട്. ദാ ശ്രീറാം സാറ് ഫുഡ് കഴിക്കുന്നു. എൻ്റെ സാറേ, എന്തേ ജാനി ടീച്ചറെ വെയിറ്റ് ചെയ്യാഞ്ഞത്? മുമ്പായിരുന്നെങ്കിൽ ജാനി ടീച്ചർ കഴിക്കാതെ സാറിൻ്റെ തൊണ്ടക്കുഴിയിൽ നിന്നും ഫുഡ് ഇറങ്ങില്ലായിരുന്നല്ലോ. മനു പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ പൊന്നു മനു, പഴയ കാലമൊക്കെ പോയില്ലേ? ഇനിയും രണ്ടും കൂടി പ്രണയസല്ലാപം നടത്തിയാൽ ചിലപ്പോൾ രണ്ടിൻ്റെയും ജോലി മയൂർ സാറ് തെറിപ്പിക്കും. മോളി ടീച്ചർ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞതും മെറിനൊഴിച്ച് ബാക്കിയുള്ള എല്ലാ ടീച്ചേഴ്സും കളിയാക്കി ചിരിച്ചു. ശ്രീറാമിന് അത് എന്തോ വലിയ നാണക്കേട് പോലെ തോന്നി. സാറ് ഭക്ഷണം കഴിപ്പ് പകുതി വെച്ച് നിർത്തി. പാത്രവും അടച്ച് ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോയി. നിങ്ങൾക്കിപ്പോൾ സമാധാനമായല്ലോ? ഒരാളുടെ ഭക്ഷണം കഴിക്കുന്നത് മുടക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാ? മെറിൻ ദേഷ്യത്തോടെ ചോദിച്ചു. അതിന് ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തടി കൊച്ചേ? പഴയ കാര്യങ്ങളൊന്നു പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞതിൽ സത്യമുള്ളത് കൊണ്ടല്ലേ നാണം കെട്ട് ശ്രീറാം സാർ എഴുന്നേറ്റ് പോയത്? മോളി ടീച്ചർ. പിന്നെയും അവർ അത് പറഞ്ഞ് പരിഹസിച്ച് ചിരിച്ചു. നമുക്ക് ഇനി ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ജാനിയുടെ അടുത്തേക്ക് പോകാം. ലഞ്ച് വരെ ഉപേക്ഷിച്ച് ആരോടാണ് സംസാരിക്കുന്നത് എന്നറിയണമല്ലോ. സ്കൂളിൻ്റെ ഗാർഡനിൽ നെല്ലിമരത്തിനോട് ചാരി നിന്ന് തകൃതിയായ ഫോൺ വിളിയിലാണ് ജാനി. എല്ലാം അറിഞ്ഞിട്ടും നീ എന്തിനാണ് ഇപ്പോഴും ഇങ്ങനെ തന്നെ പറയുന്നത്? ഞാൻ അനുഭവിച്ച വേദനകളെല്ലാം നിനക്കറിയാവുന്നതല്ലേ? എൻ്റെ സ്ഥാനത്ത് മറ്റേത് പെൺകുട്ടിയായിരുന്നാലും ആത്മഹത്യയെപ്പറ്റി മാത്രമേ ചിന്തിക്കൂ. ശരിയാ, എനിക്ക് വട്ടാണ്. ഇനി നീ കൂടെ അങ്ങനെ പറ. എൻ്റെ തമ്പുരു, മറ്റാരെയും സ്നേഹിക്കാൻ പാടില്ല. എൻ്റെ നെഞ്ചിൽ കിടന്നു വളർന്ന കുഞ്ഞാണവൾ. എനിക്ക് ഈ ലോകത്ത് അവൾ മാത്രമേ ഉള്ളൂ. അവളുടെ അവഗണന എനിക്ക് സഹിക്കാൻ കഴിയില്ല. സ്വന്തമായി ഒരു ജീവിതം വരെ വേണ്ട എന്ന് വെച്ച് ഞാൻ ജീവിക്കുന്നത് തന്നെ എൻ്റെ തമ്പുരുമോൾക്ക് വേണ്ടിയാണ്. അങ്ങനെ വളരെ വികാരഭരിതയായി ജാനി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. കുറേ നേരം കരഞ്ഞു സംസാരിച്ചതിന് ശേഷം അവൾ ഫോൺ വെച്ചു. ഫോണിലേക്ക് നോക്കി. 2 മണിയാകാൻ 10 മിനിറ്റുണ്ട്. ഫുഡ് കഴിച്ചിട്ടില്ല എന്ന കാര്യം ജാനി അപ്പോഴാണ് ഓർത്തത്. അവൾ നേരെ സ്റ്റാഫ് റൂമിലേക്ക് പോയി. ലഞ്ച് ബോക്സും വെള്ളം കുപ്പിയും എടുത്ത് നേരെ ഡൈനിങ് ഹാളിൽ ചെന്നിരുന്നു. ലഞ്ച് ബോക്സ് തുറന്ന് ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങിയതും എല്ലടിക്കാറായല്ലോ ടീച്ചറേ, എന്നിട്ട് ഇപ്പോഴാണോ ഫുഡ് കഴിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മയൂർ അതാ മുന്നിൽ നിൽക്കുന്നു. മയൂരിനെ കണ്ടതും ജാനി പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നു. അയ്യോ, ഭക്ഷണത്തിൻ്റെ മുന്നിൽ നിന്നും എഴുന്നേൽക്കാൻ പാടില്ല. അത് ഏത് രാജാവ് വന്നാലും. അതുകൊണ്ട് ടീച്ചർ ഇരുന്നാട്ടെ. വേഗം ഫുഡ് കഴിക്കി, ഇപ്പോൾ ബെല്ലടിക്കും. മയൂർ വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. അടുത്ത പീരീഡ് ഞാൻ ഫ്രീയാ, എനിക്ക് ക്ലാസ് ഇല്ല. ജാനി മയൂരിൻ്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞു. ആണോ ടീച്ചറേ? എങ്കിൽ കുഴപ്പമില്ല. ടീച്ചർ ഇന്ന് സാവധാനത്തിൽ കഴിച്ചോ. അല്ല ടീച്ചറേ, ആ നെല്ലിമരത്തെ ചുറ്റിപ്പറ്റി ഒരുപാട് സമയം ഫോൺ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. ആരോടായിരുന്നു? ദാറ്റ് ഈസ് നൺ ഓഫ് യുവർ ബിസിനസ്. ഓക്കെ, എന്നോട് പറയണമെന്നില്ല എന്ന് പറഞ്ഞ് അവൻ ജാനിയുടെ അടുത്തായി വന്നിരുന്നു. ഞാനും ലഞ്ച് കഴിച്ചിട്ടില്ല ടീച്ചറേ. ക്യാൻറ്റീനിൽ ചെന്നപ്പോൾ ചോറ് കഴിഞ്ഞു. പിന്നെയുള്ളത് ബിരിയാണിയാണ്. ഈ നട്ടുച്ചയ്ക്ക് ബിരിയാണി കഴിച്ചാൽ പിന്നെ ഉറക്കം വരും എന്ന് പറഞ്ഞ് അവൻ അവളുടെ ലഞ്ച് ബോക്സിലേക്ക് നോക്കി. തുറന്നിരുന്ന ലഞ്ച് ബോക്സിൻ്റെ മൂടിയിലുണ്ടായിരുന്ന സ്പൂൺ അവൻ എടുത്തു. എന്നിട്ട് ബോക്സിൽ നിന്നും അല്പം ചോറ് മൂടിയിലേക്ക് ഇട്ടു. മീൻ വറുത്തതിൽ നിന്നും ഒരു മീനും ചെറിയ കറിപ്പാത്രത്തിൽ നിന്നും സാമ്പാറും ചമ്മന്തിപ്പൊടിയും മൂടിയിലേക്ക് ഇട്ടു. എന്നിട്ട് ജാനിയെ നോക്കി വെളുക്കനെ ഒന്ന് ചിരിച്ചു. അല്ലെങ്കിലും ജാനി ടീച്ചർ ഇത് മുഴുവനും കഴിക്കില്ലല്ലോ, അതുകൊണ്ട് അല്പം ചോറ് ഞാൻ എടുക്കുകയാണ് എന്ന് പറഞ്ഞ് അവൻ കഴിക്കാൻ തുടങ്ങി. തിരിച്ച് ഒരു മറുപടിയും പറയാൻ കഴിയാതെ വെറുതെ ഉമിനീരിറക്കാനേ ജാനിക്ക് കഴിഞ്ഞുള്ളൂ. ഇതെന്ത് സാമ്പാറാടോ? ഇത്ര കാലമായിട്ടും സാമ്പാർ വെക്കാൻ അറിയില്ലേ തനിക്ക്? ഇതുപോലെ പരിപ്പിട്ട് കുറുക്കി സാമ്പാർ വെക്കരുത്. പിന്നെ വറുത്തരയ്ക്കുന്നതിന് പകരം സാമ്പാർ പൊടിയായിരിക്കും ഇട്ടത് അല്ലേ? അങ്ങനെ വെച്ചാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. മയൂർ ഭക്ഷണം കഴിച്ചുകൊണ്ട് പറഞ്ഞു. തനിക്കിഷ്ടപ്പെട്ടില്ലെങ്കിൽ കഴിക്കണ്ടടോ. എൻ്റെ ഭക്ഷണം തട്ടിപ്പറിച്ച് കഴിക്കുന്നതും പോരാഞ്ഞിട്ട് കുറ്റവും പറയുന്നു, ദരിദ്രവാസി. ജാനി മനസ്സിൽ ചിന്തിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞത് തനിക്കിഷ്ടപ്പെട്ടില്ല എന്നെനിക്കറിയാം. ജാനിയെ ഇടക്കണ്ണിട്ട് നോക്കിക്കൊണ്ട് മയൂർ പറഞ്ഞു. അവൻ പറഞ്ഞത് എന്ത് എന്ന മട്ടിൽ ഒന്നും മനസ്സിലാകാത്തതുപോലെ ജാനി അവനെ നോക്കി. അല്ല, ഞാൻ വരാന്തയിൽ വെച്ച് പറഞ്ഞില്ലേ,
കുട്ടികളെ പഠിപ്പിക്കുന്നതിനെ പറ്റി. അതിലെനിക്കൊരു വിഷമവുമില്ല. ഞാനേ 5-6 വർഷമായി ഇവിടെ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട്. ട്യൂഷൻ പോലും ഇല്ലാതെ എൻ്റെ ക്ലാസ് മാത്രം അറ്റൻഡ് ചെയ്ത് മാത്സിൽ ഫുൾ മാർക്ക് വാങ്ങിയ കുട്ടികൾ വരെ ഇവിടെ പഠിച്ച് ജയിച്ചു പോയിട്ടുണ്ട്. പിന്നെ കുട്ടികളെ പറഞ്ഞു മയക്കി സോപ്പിട്ട് ക്ലാസ് എടുക്കാനൊന്നും എന്നെക്കൊണ്ട് കഴിയില്ല. എന്നെ ടീച്ചേഴ്സ് എങ്ങനെയാണോ പഠിപ്പിച്ചത് ആ രീതി തന്നെയാണ് ഞാനും ഫോളോ ചെയ്യുന്നത്. അവൾ മയൂരിനെ തുറിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇങ്ങനെയൊരു സോദനം, സ്വന്തം തെറ്റ് ഒരിക്കലും സമ്മതിക്കില്ല. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി കുറുമ്പത്തി, മയൂർ ചിന്തിച്ചു.